ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ രണ്ടുപേർക്കും ഏകദേശം 1 ഇയർ കംപ്ലീറ്റ് ആകാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ട്രാൻസ്പ്ലാന്റേഷൻ കംപ്ലീറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ 1 ഇയർ ആണ്. അപ്പോൾ നമ്മുടെ ഈ 1 ഇയറിന്റെ റിസൾട്ട് നിങ്ങളെ കാണിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. അതോടൊപ്പം ചെറിയൊരു കാര്യം കൂടെ നമ്മൾ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാരും നമ്മുടെ ലാസ്റ്റ് വീഡിയോ കണ്ടു കാണുമല്ലോ. അപ്പം ഞങ്ങൾക്ക് ഇതുവരെ കിട്ടാത്ത ഒരു റീച്ചും ഒരു നെഗറ്റീവ്സും ആണ് നമുക്ക് ആ വീഡിയോ വഴി കിട്ടിയത്. സത്യം പറഞ്ഞാൽ അതിന്റെ ഒരു ബാക്കി വീഡിയോ ചെയ്യാതിരുന്നത് പേടിച്ചിട്ടൊന്നുമല്ല. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. എന്നാലും വെറുതെ ചോദിക്കുക, ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാലോ? ഞങ്ങൾ 3 ട്രിപ്പ് പോയിട്ട് അതിന്റെ ഹാങ് ഓവർ ആണ് രണ്ടുപേർക്കും വീഡിയോ ദിവസം വരുന്നുണ്ട്. അപ്പം ആ വീഡിയോയിൽ ഒരുപാട് നെഗറ്റീവ്സ് സ്റ്റിൽ ഇപ്പോഴും വരുന്നുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലാതെ വന്ന് ഒരു വീഡിയോ കാണുന്ന ആൾക്കാരാണ് കമന്റ് ഇട്ടിരിക്കുന്നത്. അതായത് നിനക്കൊന്നും വേറെ പണിയില്ലേ, തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു, മറ്റേ പേര് അത് പറയുന്ന ആൾക്കാരുടെ പണി ഇങ്ങനെയുള്ള ചാനലിനകത്തൊക്കെ പോയി നമുക്ക് നമ്മുടെ ഒരു പാഷന്റെ പുറത്ത് ഇട്ടിരിക്കുന്ന വീഡിയോ. ഞങ്ങൾക്ക് അന്ന് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു മിനിമൽ ഇൻഫർമേഷൻ ആണ് മറ്റുള്ളവരുടെ ഒരാളുടെ റിസൾട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലിനിക്കിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ പ്രിക്കോഷൻസ് എടുക്കേണ്ട ഒന്നും കിട്ടിയിട്ടില്ല. അപ്പം നമ്മുടെ ആദ്യം മുതൽ വീഡിയോ എന്ന് പറയുന്നത് ആ ഒരു ഓർഡറിലാണ് ഞങ്ങൾ എല്ലാ വീഡിയോയും ചെയ്തിരുന്നത്. അപ്പം ആ ഒരു സിനിമ ഇറങ്ങിയതിന്റെ ഒരു വെളിച്ചത്തിൽ ഞങ്ങൾക്ക് അന്നേരം ഉണ്ടായ ഒരു ഇംപ്രഷന്റെ പുറത്ത് വന്ന് ചെയ്യുന്ന ആ പടത്തിൽ നമ്മള് ശരിക്കും ഉണ്ണിമുതനെ കണ്ടപ്പോഴത്തേക്ക് നമ്മൾ നോട്ടീസ് ചെയ്ത 2 കാര്യങ്ങൾ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. രണ്ട് ഹെയറും. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് അറിയാം, നമ്മൾ ഒരുപാട് ഗ്രൂപ്പിനകത്ത് ഒരുപാട് തവണ സംസാരിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഉണ്ണിമുതന്റെ ഹെയറുമായിട്ട്. അപ്പം ഒരുപാട് പേര് ട്രാൻസ്പ്ലാന്റേഷൻ ആണെന്ന് പറയാൻ വിശ്വസിക്കുന്ന സമയത്ത് ഞങ്ങളും അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അപ്പം മറിച്ച് വിഗ് എന്ന് പറയുന്നത് നമുക്ക് അതിനകത്ത് ഒരു എതിർപ്പുമില്ല. ഞങ്ങൾക്ക് അത് പറയുന്നുണ്ട്. എന്താണ് അതിനകത്തൊരു പ്രോബ്ലം എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാകുന്നില്ല. ഒരു നടൻ, ഒരു പബ്ലിക് ഫിഗർ ആയിട്ട് നിൽക്കുന്ന ആളല്ലേ നമുക്ക് എക്സാംസ് ചെയ്യാൻ പറയാൻ പറ്റുന്നത്. അപ്പൊ ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങളുടെ ചാനലിൽ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതിന് ഇതുമാത്രം നെഗറ്റീവ് പറയേണ്ട ഒരു കാര്യം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. അല്ല, ഇത് ചുമ്മാ കമന്റ് ഇടാൻ വേണ്ടി മാത്രമായിട്ട് ചുമ്മാ കുറച്ച് ഒരു പണിയും കൂടി ഇല്ലാത്ത കുറെ അവന്മാരുണ്ടായിരിക്കും. ഇവർ ഓർത്തിരിക്കുന്ന ഇവരിങ്ങനെ എന്തോ എന്ന് പറഞ്ഞ എന്തോ വലിയ മാസ്. തീർച്ചയായിട്ടും, കാരണം അവരുടെ ആ ഒരു കമന്റിന് കുറെ ലൈക്ക് കിട്ടുമ്പോഴത്തേക്ക് ഞാൻ വലിയ സംഭവമായെന്നുള്ളൊരു തോന്നലായിരിക്കും. നമ്മള് ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാം വെറുതെ കമന്റ് ചെയ്തേക്കുന്നത് നല്ല ബോഡിയാണല്ലോ, നല്ല ജിം ബോഡിയാണല്ലോ, വല്ല പണിക്കും പോകും. എന്നെ കൊണ്ട് പണിക്ക് പോയിട്ട് ഞങ്ങൾ ബാക്കി ഫ്രീ ടൈമിലാണ് ഇതുപോലെ ഞങ്ങളുടെ പാഷന്റെ ഭാഗമായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. നീ ആദ്യം നിങ്ങളുടെ പണി എന്നാന്ന് ചിന്തിക്കുക. ഇതുപോലെയുള്ള ചെറിയ വീഡിയോ ചെയ്യുന്നവരുടെ ഇതിനകത്ത് പോയി കമന്റ് ഇടുകയല്ലേ നിങ്ങളുടെ പണി. നിങ്ങൾ ആദ്യം നിങ്ങൾ സ്വയം ചിന്തിക്കുക. ഇനി നിങ്ങൾ നെഗറ്റീവ് ഇടണമെന്നുള്ള ഇനി 10-500 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലിൽ 10 ഇനീഷ്യൽ 4000 ഒക്കെ വ്യൂസ് കിട്ടാന്ന് പറയാൻ ഞങ്ങളെ സംബന്ധിച്ചത് വലിയ കാര്യമാണ്. അപ്പം ഞങ്ങളെക്കാളും കൂടുതൽ പണി എടുക്കുന്നത് നിങ്ങളായതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനിയും ചെയ്തു. അപ്പോൾ നിങ്ങൾക്കറിയാലോ, ഞാൻ കോയമ്പത്തൂർ HNS ക്ലിനിക്കിലാണ് ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. ട്രാൻസ്പ്ലാന്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ 2023 ഡിസംബർ 8 ഞാൻ ശരിക്കും ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. അപ്പം ഈ ഡിസംബർ 8 കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഏകദേശം 1 ഇയർ കംപ്ലീറ്റ് ആയി. അപ്പം നമുക്കറിയാം ട്രാൻസ്പ്ലാന്റേഷൻ്റെ കംപ്ലീറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ 1 ഇയർ ആണ്. അപ്പം എൻ്റെ ആ ഒരു കംപ്ലീറ്റ് റിസൾട്ട് ആയിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഇപ്പം എൻ്റെ ഞാൻ മുടി നിങ്ങൾക്ക് കണ്ടാൽ അറിയായിരിക്കും. ഇതൊക്കെയാണ് എൻ്റെ റിസൾട്ട്. ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ 3500 ഗ്രാഫ്റ്റാണ് ഞാൻ ഫുള്ള് ചെയ്തത്. അതായത് ഫ്രണ്ടിൽ നിന്ന് ഒരു 4 ഫിംഗർ ആയിരുന്നു ഞാൻ ചെയ്തിരുന്നത്. അപ്പം ഞാൻ റിസൾട്ടിൽ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറഞ്ഞാൽ 100% സാറ്റിസ്ഫൈഡ് ആണ്. അവരുടെ സർവീസിലൊക്കെ ആയാലും ശരി ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പം ഉള്ള ഒരു ഇതൊന്നും കുറവെന്ന് പറഞ്ഞാൽ ഇവിടെ ക്രൗൺ ഏരിയയിൽ എനിക്ക് കുറച്ച് മുടി കുറവുണ്ട്. കാരണം അവിടെ ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് അവിടെ ഞാൻ ജസ്റ്റ് സെൻട്രൽ പോർഷൻ വരെ മാത്രമേ ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ഒരു ഏരിയയിൽ എനിക്ക് നല്ല രീതിയിൽ ഹെയർ ഉണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ള നിങ്ങളോടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ മുടി വെട്ടാതിരിക്കുകയായിരുന്നു കുറേ നാൾ. മുടി വെട്ടാതിരുന്നപ്പോഴത്തേക്ക് ഇതൊരുമാതിരി കുരുവിക്കൂട് പോലെ എല്ലാം കൂടെ ചുരുണ്ടുകൂടി ഭയങ്കരമായിട്ട് ചെട പിടിച്ച പോലെ. ഞാൻ എണ്ണ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് മുടി കുരുങ്ങുകയും പൊട്ടിപ്പോവുകയൊക്കെ ഭയങ്കരമായിട്ട് ചെയ്തു. അതങ്ങനെയാണ് ഞാൻ പിന്നെ മുടി വെട്ടിയത്. മുടി വെട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അത്യാവശ്യം നല്ലൊരു റിലീഫ് എനിക്ക് തന്നെ കിട്ടിയത്. ഭയങ്കര റിലീഫായിരുന്നു എനിക്ക് മുടി വെട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക്. അപ്പം ഡോക്ടറോട് പറഞ്ഞപ്പോഴാണ് ഡോക്ടർ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞാലും ശരി, മുടിക്കധികം നീളം വെക്കാതിരിക്കുക. മുടിക്ക് നീളം വെക്കുമ്പോഴാണ് നല്ല രീതിയിൽ മുടി പൊഴിയുന്നത്. കാരണം മുടിയുടെ ഭാരം ആ ഗ്രാഫ്റ്റിന് താങ്ങാൻ പറ്റാത്ത രീതിയിലേക്കാവും. അതുകൊണ്ടാണ് മുടി വെട്ടി അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറഞ്ഞത്.
പിന്നെ ഞാനിപ്പോൾ മിനോക്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. മിനോക്സിൽ ഞാൻ ഈ ഏരിയ ഇവിടെ ക്രൗൺ ഏരിയ മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ കുറച്ച് ഗ്രാഫ്റ്റ് കുറച്ച് ശോകമാണ്, അതുകൊണ്ട് ഞാൻ അവിടെ മാത്രം യൂസ് ചെയ്യുന്നുണ്ട്. ഞാനത് നിങ്ങളെ കാണിക്കാം ഇപ്പോഴത്തെ എൻ്റെ കറണ്ട് പൊസിഷൻ. നേരത്തെ മുടി ഇല്ലായ സമയത്ത് എനിക്കിവിടെ നല്ലൊരു ഫീലായിരുന്നു. പക്ഷേ ഇപ്പം ചുറ്റും എൻ്റെ ബാക്കിലും സൈഡിലും ഫ്രണ്ടിലും എല്ലാം മുടി വന്നപ്പം ഇവിടെ കുറച്ച് മുടി ഇല്ലാത്തൊരു ഫീൽ എനിക്കിപ്പോൾ നല്ല രീതിയിലുണ്ട്. അപ്പം ഇനിയിപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ കുറച്ച് GFCയും കൂടെ എടുക്കണം. ഒരു 6-7 മാസത്തേക്ക് കണ്ടിന്യൂസ് ഒരു GFCയും കൂടെ എടുക്കണമെന്ന് ഞാൻ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ എടുത്ത് അവിടെ നല്ലൊരു ഗ്രോത്ത് കൂടെ എത്തിക്കാനാണ് ഞാൻ ഇപ്പോൾ നോക്കുന്നത്. സോ ഇതൊക്കെയായിരുന്നു. പിന്നെ ഞാൻ ഓൾറെഡി പഴയ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് ഹെയർ കെയർ ഞാനിപ്പോൾ ചെയ്യുന്നത്. ഹെയറിനുള്ള ആ സെയിം സാധനം തന്നെയാണ് ഞാൻ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് അഡീഷണൽ ആയിട്ടൊന്നും ഇല്ല. ഇനിയിപ്പം ജനുവരി മുതൽ ഞാൻ എന്തായാലും GFC ഞാൻ നമ്മുടെ നാട്ടിൽ തന്നെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ അവിടം വരെ പോയി ചെയ്യുന്ന ഒരു കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ നാട്ടിൽ തന്നെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ഒരു കൊല്ലത്തെ ഹെയർ ട്രീറ്റ്മെൻ്റ് എന്നും അതുപോലെ തന്നെ ഹെയറിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനും എന്നൊക്കെ പറയുന്നത്. ഹായ്, അപ്പം ഞാനും ആദ്യം ഇവൻ്റെ കൂടെ കോയമ്പത്തൂരാണ് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ പോയിരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് അവിടെ ചെയ്യാൻ പറ്റാതെയും ഞാൻ അവിടുന്ന് വളരെ നിരാശയോടെ പോരുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഞാൻ എറണാകുളം ലാഡൻ സിറ്റിയിൽ സർജറി ചെയ്യുന്നത്. ഇപ്പം ഞാൻ ജനുവരി 19, 2024 സർജറി ചെയ്തിരുന്നത്. ഇപ്പം ഓൾമോസ്റ്റ് ഞാനും 1 ഇയർ ആവുകയാണ്. അപ്പം നിങ്ങൾക്ക് ഹെയർ ലൈൻ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുടി ഇങ്ങനെ പുറകോട്ട് വലിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇല്ലെന്നാണ് ഞാൻ ഫ്രണ്ടിലോട്ട് സാധാരണ ഇങ്ങനെ മെസ്സി പോലെ ചുമ്മാ ഇടാറുള്ളൂ. ഞാൻ ഹെയറിന് അധികം ലെങ്ത് വെക്കാറില്ല. ഒരു ബസ്കറ്റ് പോലെയൊക്കെയാണ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാറ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, വളരെ കുറഞ്ഞ ഗ്രാഫ്റ്റും അതേപോലെ തന്നെ ഒരു 7th ഗ്രേഡ് കഷണ്ടി ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പം മറ്റൊരു ക്ലിനിക്കിൽ എടുക്കാത്ത സാഹചര്യത്തിലാണ് എനിക്ക് ലാഡൻ സിറ്റിക്കാർ അവർ എനിക്ക് ചെയ്ത് തന്നിരുന്നത്. അപ്പോൾ എനിക്ക് അതിനകത്ത് ഒരുപാട് ഇപ്പോൾ എനിക്കുള്ള റിസൾട്ടിൽ സാറ്റിസ്ഫാക്ഷൻ ചോദിക്കുന്നതിന് അപ്പുറത്തേക്ക് അവർ ഒരു കേസ് എടുത്ത് ചെയ്തു തന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഞാൻ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്താണ് പല ക്ലിനിക്കിലും ഞാൻ സമീപിച്ചിരുന്നത്. പക്ഷേ ഒരുപാട് ക്ലിനിക്കുകൾ നമുക്ക് റിജക്റ്റ് ചെയ്ത് വിടുകയാണ് ചെയ്തത്. അപ്പം ചെയ്ത വർക്കിൽ എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ഏകദേശം ആ ഒരു റിസൾട്ട് കാണിക്കാൻ വെറും ഒരു 3 ഫിംഗേഴ്സ് മാക്സിമം ആണ് ഞാൻ ചെയ്തിരുന്നത്. ബാക്കിയൊക്കെ ബാക്കിലോട്ട് ഞാൻ മിനോക്സിലും അതിനുശേഷം എടുത്തിരുന്ന മെഡിസിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഗ്രോത്ത് ചെയ്തതുള്ളൂ. പ്രീവിയസ് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ആ മെഡിസിനൊക്കെ തന്നെയാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. ചിലപ്പോൾ ഗ്രാജുവലി ചിലപ്പം ഫ്യൂച്ചറിൽ ഗ്രൗണ്ട് ഏരിയയും ബാക്കിലോട്ടൊക്കെ ഞാൻ ചെയ്യുമായിരിക്കും. എനിക്കിപ്പോൾ ഏകദേശം ഡൗൺ സൈഡ് ഹെയർ ആയി വരുന്നുണ്ട്. ഇപ്പം ഞാൻ റീസെൻ്റ്ലി ഹെയർ മൊത്തത്തിലൊന്ന് ട്രിം ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഷോർട്ട് ഹെയർ ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ സൈഡ് ഫുൾ ട്രിം ചെയ്തിരിക്കുകയായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ഡോണർ എനിക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം മേ ബി ഞാനത് ഫ്യൂച്ചറിൽ ചെയ്തേക്കാം. നിങ്ങളെ ഏകദേശം ഇത്ര നാളത്തെ ഒരു റിസൾട്ട് കാണിക്കാം.